വിജയ്, നമ്മുടെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിന് ഈ അതിരപ്പള്ളി വൈദ്യുതി പദ്ധതിയൊക്കെ നടപ്പിലാക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ അത് നടപ്പിലാകില്ല എന്നുള്ള അതിന് പ്രകൃതി സ്നേഹികൾ ഒരു വിധത്തിലും അത് സമ്മതിച്ചു കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹം ഈ കരിമണലിൽ നിന്ന് തോറിയം എടുത്തിട്ട് വേണമെങ്കിൽ അത് ആണവ പദ്ധതിയായിട്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് കേരളത്തിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ പോയുള്ള ഇപ്പോഴുള്ള പരിസ്ഥിതിവാദികൾ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. ഏതായാലും ആണവ വൈദ്യുതിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. 10-100 വർഷത്തേക്ക് നമ്മൾ കാര്യം സുരക്ഷിതമാക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ആഗോള താപനവും അതേപോലെ ഉള്ള വിഷയങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതും അതിൻ്റെ ഒരു ഒരു ഗൗരവ സ്വഭാവമുള്ള സംഗതിയല്ലേ? അതെ, കാരണം ഈ ആഗോളതാപനം വരുന്നു, അതിന് കാരണങ്ങൾ ഈ പറയുന്ന നമ്മുടെ വാതകങ്ങളൊക്കെ ആണല്ലോ. പറയുന്ന ഈ ഗ്രീൻ എനർജിയെ പറ്റി ചിന്തിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇതുപോലെ അതായത് ഈ നമ്മുടെ ഊർജ്ജ വ്യവഹാരം എന്ന് പറയുന്നത് ഭൂമിയെ വേദനിപ്പിക്കാതെ ചെയ്യുക എന്നുള്ള അതുകൊണ്ട് ആണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പഠനങ്ങൾ പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് 200 വർഷങ്ങൾക്ക് മാത്രമേ വാസയോഗ്യമായിട്ടുള്ളൂ. 200 വർഷം പോലും ഇല്ല നമുക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോവുക, അവിടെ വാസയോഗ്യമാക്കുക എന്നുള്ള ദൗത്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇലോൺ മസ്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മാർസ്, ചൊവ്വ അത്തരത്തിൽ വാസയോഗ്യമായ ഗ്രഹമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു ഭാഗത്ത് മറ്റു പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ചൊവ്വ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു തരിശുഭൂമി പോലെ കിടക്കുന്ന, തരിശുഭൂമി എന്ന് പോലും പറയാൻ പറ്റില്ല, അങ്ങനത്തെ കിടക്കുന്ന ഒരു ഗ്രഹമാണ്. അത് വാസയോഗ്യമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടെറ ഫോമിംഗ് എന്ന് തന്നെ പറയുന്നത്. അതിന് വലിയ ചിലവുണ്ട്. അവിടെ ഈ ഓക്സിജനും മറ്റു കാര്യങ്ങളും, അതായത് ഭൂമിയെ പോലെ അതിനാക്കി എടുക്കുക, ഒരു വാസയോഗ്യമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ അംശം വേണം അവിടെ. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരിക, അതിനേക്കാളും 4-1 ചിലവല്ലേ ഈ ഭൂമി പഴയതുപോലെ ആക്കാൻ ആവുകയുള്ളൂ എന്ന് ചോദ്യം ഒരു വശത്തുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് പറയുന്നത് അത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ എന്നാണ് പറയുന്നത്. അതായത് ഈ നമ്മൾ ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, നാശം നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മറ്റ് ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ പോകാനുള്ള തയ്യാറെടുക്കുകയാണ്. അത് തന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ഇത്തരത്തിലൊരു ചിന്തയിൽ നിന്ന്, നമുക്കറിയാം ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പല ഭൂഖണ്ഡങ്ങളിലേക്ക് പിന്നീട് സഞ്ചരിച്ചു, അവർ വ്യാപിച്ചു. അതുപോലെ ഭൂമിയിലുണ്ടായ മനുഷ്യരാശി ഭൂമിയിൽ അവസാനിക്കണമെന്ന് നിർബന്ധമില്ല. അത് മറ്റ് ഗ്രഹങ്ങളിലേക്കും കടന്നു പോകാം, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കാരണമായി പറയുന്നത് ഈ ആഗോള താപനം തന്നെയാണ്. കാരണം ഭൂമിക്ക് അധികം ആയുസ്സില്ല എന്നുള്ള ഇതാണ് വരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതായത് പാകിസ്ഥാനിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമാണ് പാകിസ്ഥാനിലുണ്ടായത്. പിന്നെ ഇറാഖിലെ വരൾച്ച, യൂറോപ്പിൽ അവിടെ റെക്കോർഡ് ചൂടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ യഥാർത്ഥ ഒരു ഭീകര മുഖം തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് ശാസ്ത്രജ്ഞർ പ്രത്യേക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രളയം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ വിഴുങ്ങുകയാണ്. അതായത് ഞായറാഴ്ച പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിൽ എന്താ പറയുക, ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമാണ് സംഭവിച്ചത്. 3 നദികളിലെ ജലനിരപ്പ് റെക്കോർഡ് ഉയരത്തിലെത്തി. 2 ദശലക്ഷത്തോളം ആളുകളാണ് ദുരിതത്തിലായത്. സ്കൂളുകളും പോലീസ് സ്റ്റേഷനുകളും താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റിക്കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. അപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരീസ് സാക്ലെ സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര പ്രൊഫസറായിട്ടുള്ള പോൾ ലെഡ്ലയുടെ അഭിപ്രായത്തിൽ ഒരു പ്രത്യേക കാലാവസ്ഥാ പ്രതിഭാസത്തെ മാത്രം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് നമുക്കിപ്പോൾ കാലം തെറ്റി വരുന്ന വർഷം അല്ലെങ്കിൽ മഴ, അതൊക്കെ നമുക്ക് അത് വെച്ചിട്ട് കാലാവസ്ഥാ വ്യതിയാനം പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്നാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും ഇത്തരം അതീവ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഈ പറഞ്ഞ പ്രളയം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ കാട്ടുതീ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ രൂക്ഷമായിട്ടുള്ള അത് ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ അത് ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൻ്റെ മാതൃകകൾ തന്നെയായി നമുക്കതിനെ കണക്കാക്കാമെന്നാണ് ഇവർ പറയുന്നത്. കേവലം ചൂട് കൂടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മറിച്ച് പ്രളയം അല്ലെങ്കിൽ വരൾച്ച, തീവ്രമായിട്ടുള്ള ഉഷ്ണതരംഗങ്ങൾ എന്നിവയുടെ ആവർത്തനത്തെക്കുറിച്ചാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പരിസ്ഥിതിയും ആരോഗ്യവും അപകടത്തിലാണ്. അതായത് 2-3 ഡിഗ്രി സെൽഷ്യസ് ചൂട് വർദ്ധിക്കുന്നത് പോലും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. വരൾച്ചയും ഉയർന്ന താപനിലയും കാരണം വനങ്ങളിലെ മരങ്ങൾ നശിക്കുന്നുണ്ട്. നമുക്കറിയാം കാലിഫോർണിയയിലും മറ്റേ ആമസോൺ വനാന്തരങ്ങളിലായിക്കോട്ടെ
അവർ ആവർത്തിച്ച് അവിടെ ഒരു കാട്ടുതീ പടരുന്നതായിക്കോട്ടെ നമ്മൾ കണ്ട്, അതായത് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. മൃഗങ്ങളുടെ കരച്ചിലും മറ്റും നമ്മളത് കേട്ടതാണ്. അപ്പോൾ എന്താ പറയുക, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് IPCC റിപ്പോർട്ടുകൾ പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം വനങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ യൂറോപ്പിൽ ഡെങ്കി പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ ഉഷ്ണമേഖല രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആഗോളതാപനത്തെ തുടർന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം ഭൂമിയുടെ രൂപത്തെ തന്നെ മാറ്റുന്നുവെന്ന് ശാസ്ത്രലോകം ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. വളരെ നേരിയതെങ്കിലും നിരന്തരമായ ഈ മാറ്റം ഭൂമിയിലെ ദിവസങ്ങളുടെ ദൈർഘ്യം കൂട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ഭൂമിയുടെ കറക്കം മന്ദഗതിയിലാക്കുന്നു. അങ്ങനെ റിപ്പോർട്ട് വരുന്നുണ്ട്. അതിനെ പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസ് എന്ന മാഗസീനിലാണ് കാലാവസ്ഥ മാറ്റം വരുത്തുന്ന ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് വിവരങ്ങളിൽ പലതും ശാസ്ത്രജ്ഞർ അവലോകനം ചെയ്തത്. ഇത്തരത്തിലുള്ള നിഗമനങ്ങളിൽ അങ്ങനെയാണ് എത്തിച്ചേർന്നത്. അന്റാർട്ടിക്കയും ഗ്രീൻലാൻഡും പോലുള്ള ധ്രുവ പ്രദേശങ്ങളിൽ അതിവേഗത്തിൽ മഞ്ഞുപാളികൾ ഉരുകുന്നുണ്ടെന്നും പഠന റിപ്പോർട്ട് പറയുന്നുണ്ട്. ലോകവ്യാപകമായി താപനില ഉയരുന്നതിന് ഐസ് ഉറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ അത് ഉരുകാൻ കാരണമാകുന്നു. അങ്ങനെ എത്തുന്ന ജലത്തെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമധ്യരേഖയോടടുത്ത് വെള്ളം കൂടുതലായി വന്നു ചേരുന്നതോടെ ഭൂമി മധ്യഭാഗം അല്പം വീർക്കും, അതായത് വിസ്താരമുള്ളതായിട്ട് മാറും. ഈ ഒരു വീർക്കൽ പ്രക്രിയ ഭൂമിയുടെ കറക്കത്തെ മെല്ലെയാക്കും എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ധ്രുവ പ്രദേശത്തു നിന്നും ഇങ്ങനെ ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വെള്ളവും മറ്റും ഒഴുകിയെത്തുന്നത് ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ജിയോഫിസിസ്റ്റ് ആയിട്ടുള്ള സുരേന്ദ്ര അധികാരി പറയുന്നത്. ചന്ദ്രൻ്റെ ഗുരുത്വബലവും ഭൂമിയുടെ പുറന്തോടിലെ ഉരുകിയ പാറയവും കാരണം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഭൂമിയിലെ ദിവസങ്ങൾക്ക് മില്ലി സെക്കൻഡുകൾ വീതം ദൈർഘ്യമേറാറുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഈ മാറ്റം അതിവേഗത്തിലാണ് എന്നാണ് പഠനം പറയുന്നത്. നിലവിലെ കണക്കുകൂട്ടലനുസരിച്ച് 2100 ഭൂമിയിലെ ദിവസങ്ങളുടെ ദൈർഘ്യം 2.62 മില്ലി സെക്കൻഡുകൾ വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരത്തിൽ ദിവസങ്ങൾക്ക് ദൈർഘ്യമേറുകയും സമയക്കണക്ക് തെറ്റുകയും ചെയ്യുന്നത് സാമ്പത്തിക ഇടപാടുകളെയും ഇൻ്റർനെറ്റ് പ്രവർത്തനങ്ങളെയും GPS നാവിഗേഷനെയും ബാധിച്ചേക്കാമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു ആഗോളതാപനം നടക്കുമ്പോൾ ആഗോളതാപനം വളരെ തീവ്രതയോടെ അത് പുരോഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക കോടതി തന്നെ, അതായത് അന്താരാഷ്ട്ര കോടതി ഒരു വിധി കഴിഞ്ഞ മാസങ്ങളിൽ പുറപ്പെടുപ്പിച്ചിരുന്നു. അത് വളരെ ശ്രദ്ധേയമായ വിധിയാണ്. അതായത് പറഞ്ഞിരിക്കുന്നത് ആഗോളതാപനം സമ്പന്ന രാജ്യങ്ങളുടെ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു വിധി എന്ന് പറയുന്നത് ഒരു നിർദ്ദേശക സ്വഭാവമുള്ള വിധിയാണ്. അതൊരു നിർബന്ധമായും പാലിക്കണം എന്നുള്ളൊരു രീതിയിൽ ലോക കോടതിക്ക് ഒരിക്കലും വിധിക്കാൻ കഴിയില്ല. ആ വിധി നിർദ്ദേശക സ്വഭാവമുള്ളതാണ്. പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും സാധ്യമല്ല. എന്തായാലും അത്തരത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി 2025 ജൂലൈ 23 പുറപ്പെടുവിച്ച ഒരു സുപ്രധാന വിധിയാണ്. ഇതിലെ കാലാവസ്ഥാ മാറ്റത്തിനെതിരെയുള്ള ലോകശ്രമങ്ങളിൽ ഒരു നാഴികക്കല്ലായി അത് മാറിയിരിക്കുകയാണ്. ഈ വിധി ലോക കോടതിയുടെ വിധി പ്രകാരം കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ ചരിത്രപരമായ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടല്ലോ, അതായത് ഹരിതഗൃഹവാതക അതിൻ്റെ ഉദ്ഭവനം ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് അന്യോന്യം കേസ് കൊടുക്കാനുള്ള വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇത് നിർദ്ദേശ സ്വഭാവമുള്ള വിധിയാണെങ്കിലും ഇതിന് ഇത്തരത്തിൽ ഒരു പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കാലാവസ്ഥാ മാറ്റത്തിന് ഇതിനകം ഇരയായിത്തീർന്ന പസഫിക് ദ്വീപ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സംഘം യുവ നിയമ വിദ്യാർത്ഥികളുടെ 2019 വിഭാവനം ചെയ്ത ആശയമാണ് ലോക കോടതിയിലെ അഭൂതപൂർവമായിട്ടുള്ള ഈ കേസ്. എന്തായാലും ഈ പ്രതിസന്ധിയിൽ ജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്, നമുക്കും പങ്ക് വഹിക്കാനുണ്ട്. നമുക്ക് രാഷ്ട്ര നേതാക്കന്മാരെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. കാരണം ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. നഗരങ്ങളിൽ കൂടുതൽ ഹരിത പ്രദേശങ്ങൾ വളർത്തേണ്ടതായിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂല നയങ്ങൾ രൂപീകരിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ, വൈദ്യുതി ഉപയോഗിച്ച് പോകുന്ന വാഹനങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. വൈദ്യുതി നമ്മുടെ വീട്ടിലാണെങ്കിലും സോളാർ പാനലുകളും മറ്റും ഉപയോഗിച്ച് അത്തരത്തിൽ ഇങ്ങനെയെല്ലാം നമുക്കും ഇതിൽ പങ്കുചേരാവുന്നതാണ്.